ഇനി നമ്മൾ പറയുന്നത് കീ ഫ്രെയിം സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 3 കമ്പ്യൂട്ടർ ആനിമേഷൻ ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കീ ഫ്രെയിം സിസ്റ്റംസ്, പാരാമീറ്ററൈസ്ഡ് സിസ്റ്റംസ്, സ്ക്രിപ്റ്റിംഗ് സിസ്റ്റംസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയുകയാണ് കീ ഫ്രെയിം സിസ്റ്റംസ് എന്താണ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നു. കീ ഫ്രെയിം സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കീ ഫ്രെയിം സിസ്റ്റംസ് അതൊരു ആനിമേഷൻ ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാനാണ്. അതായത് നിങ്ങൾക്കറിയാം കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് ഒരു സീനിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആക്ഷന് ഉള്ള ഫ്രെയിമിനെയാണ് നമ്മൾ കീ ഫ്രെയിം എന്ന് പറയുക. സോ ഈ കീ ഫ്രെയിമിൻ്റെ ഇടയിൽ കിടക്കുന്ന ഫ്രെയിംസിനെയാണ് ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞത്. സോ ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാനാണ് കീ ഫ്രെയിം സിസ്റ്റംസ് എന്നുള്ള ആനിമേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്യൂഷൻ ഓഫ് മോഷൻ അല്ലേ? ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണം. ഓക്കെ, സോ ആ ഓബ്ജക്റ്റിൻ്റെ മോഷൻ പാത്തുകളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൈനമാറ്റിക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ്. കൈനമാറ്റിക്സ് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. കൈനമാറ്റിക് എനർജി പഠിച്ചിട്ടുണ്ടോ? അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതാണ് കൈനമാറ്റിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അതായത് നിങ്ങൾ മൂൺ വാക്ക് കണ്ടിട്ടില്ലേ? മൂൺ വാക്കിൽ ആ പർട്ടിക്കുലർ ആക്ടറിൻ്റെ നമുക്ക് നോക്കിയേ, അയാളുടെ ടോസ് അത് നമുക്കൊരു ജോയിൻ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അയാളുടെ കൈകളുടെ പോസ്, ആ കയ്യിലെ ജോയിൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഈവൻ അയാൾ ഷോൾഡേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില മൂവ്മെൻറ്റ്, അവിടെയും നമുക്ക് ജോയിൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഓരോ ജോയിൻറ്റിനും ഓരോ മൂവ്മെൻറ്റാണ് അയാൾ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ ജോയിൻറ്റ്സിനും ഓരോ മൂവ്മെൻറ്റ് കൊടുക്കുക. സോ ഓരോ ജോയിൻറ്റിൻ്റെയും ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് കൈനമാറ്റിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മൈക്കിൾ ജാക്സൻ്റെ മൂൺ വാക്ക് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, അയാളെന്നുള്ള മനുഷ്യ ശരീരത്തിൽ നമുക്ക് കുറേ ജോയിൻറ്റ്സ് എണ്ണി എടുക്കാൻ പറ്റും. കാര്യം അങ്ങനത്തെ പോസ്ചേഴ്സ് അയാൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഓരോ ജോയിൻറ്റ്സിനും ഓരോ മൂവ്മെൻ്റാണ് അല്ലേ? ആ മൂവ്മെൻറ്റുകൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കൈനമാറ്റിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇത് തന്നെയല്ലേ കാർട്ടൂണിലുള്ളത് അല്ലേ? കാർട്ടൂണിലും ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് നീങ്ങുന്നു ഇങ്ങോട്ട് നീങ്ങുന്നു. ഈ മൂൺ വാക്ക് പറയാൻ കാരണം അത് ഓരോ ജോയിൻറ്റിനെയും എടുത്ത് കാണിക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഓരോ ജോയിൻറ്റിനും കറക്റ്റ് മോഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും. സോ ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ കാർട്ടൂൺസിൽ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമുക്ക് എല്ലാ ആനിമേഷൻസും അങ്ങനെ സിമ്പിളായിരിക്കില്ല. ചില ആനിമേഷൻസിൻ്റെ സീൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലെക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ഈ ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള സീൻസിനെ നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്ത ആ കോമ്പോണൻസിലെ കാര്യങ്ങൾ സെപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സോ ആ ഡിവൈഡ് ചെയ്തില്ലേ, അതിനെ നമ്മൾ വിളിക്കുക സെൽസ് എന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള സീൻസ് വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് കീ ഫ്രെയിംസിനെ കീ ഫ്രെയിം സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ കോംപ്ലെക്സ് സീൻസിനെ മുറിച്ചിട്ട് ആ മുറിക്കുന്ന ഓരോ പോർഷനെയും പിന്നെ നമ്മൾ സെല്ലെന്നാണ് പറയുക. എന്നിട്ട് ആ സെല്ലിൻ്റെ പണികൾ
ഫിനിഷ് ചെയ്ത് പോകും. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഈ മൂവ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിന് എക്സാമ്പിളാണ് ഞാൻ ഉള്ളത് ഇവിടെ. അതായത് ക്ലോത്ത്സ്, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്ലോത്തിന് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഫേഷ്യൽ എക്സ്പ്രഷന് മാറ്റം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കോംപ്ലെക്സ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഓക്കെ.